ഹായ് ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഒരു ലക്ഷറി വീടിൻ്റെ ഒരു ഡീറ്റെയിൽ പറയാനാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലക്ഷറി വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമുക്ക് ട്രിവാൻഡ്രം കാവിൻപുറമാണ്. നമ്മുടെ പുളിയറക്കുളം ജംഗ്ഷന് സമീപമായിട്ട് കാവിൻപുറം എന്നുള്ള സ്ഥലത്തിന് നിയറസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് 4 ബെഡ്റൂമുള്ള ഒരു 2 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 100 സെൻറ്റിൽ 2020 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 3 ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ട് പണിതിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ കാണുന്നത്. കണ്ടോ, പുറമേ നിന്ന് നമുക്ക് നല്ല ഒരു ലുക്കുള്ള ഒരു വീടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് പ്രവേശിച്ച് കാണാം. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു കവേർഡ് പാർക്കിംഗ് ഉണ്ട്. കണ്ടോ, അത്യാവശ്യം വലിയൊരു കാറ് വരെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സ്പേസ് നമ്മുടെ ഫ്രണ്ടിൽ കാണും. പിന്നെ തറ ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് പ്ലാന്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടോ. ഇവിടെയൊക്കെ നമുക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഈ പോർഷനിൽ നമുക്ക് പ്ലാന്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ വീടിന് കിണറും പൈപ്പ് കണക്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു സിറ്റ് ഔട്ട് കാണാൻ സാധിക്കും. കണ്ടോ, നല്ലൊരു വലിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. നമുക്കിവിടെ 2 പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഇവിടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു തേക്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ അകത്തോടെ കയറി വരുമ്പോൾ കാണുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയ വരുന്നത് 18x20 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഫുള്ളും. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് ഉണ്ടോ, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ടൈല് വരുന്നത്. കൂടാതെ അവിടെ ഒരു വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ടോ, നല്ല വലിപ്പമുള്ള TV വരെ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെക്കോർ ഐറ്റമൊക്കെ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിക്കുള്ള ഒരു വാൾ ടൈലൊക്കെ ഈ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡിലൊരു മേശ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് CCTVയുടെ ഇതോ അല്ലെങ്കിൽ നമുക്ക് ഇൻവേർട്ടറൊക്കെ വയ്ക്കാനുള്ള സ്പേസൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ കൂടാതെ സ്മാർട്ട് ഫാനാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഈ ഭാഗത്താണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് കയറി വരുന്ന ഈ ഭാഗത്ത് ഒരു പാർട്ടിഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. നല്ല ഡെക്കോർ ഐറ്റമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് 12x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇവിടെയും സീലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ നേരെ ഇവിടെ തന്നെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് പോലെ സംഭവമാണ് ചെയ്തിട്ടുള്ളതുണ്ടോ. പിന്നെ നമുക്കിവിടെ ഒരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് ഇവിടെ PVC പാനലിലാണ് ഇതിൻ്റെ പുറകുവശത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയ എന്ന് നമുക്ക് നേരെ ഡൈനിങ് ഏരിയ വരാൻ പറ്റും. 12x12 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. തൊട്ടിപ്പുറത്താണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പാർട്ടീഷൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന കിച്ചൺ ഒരു 12x10 ഡയമെൻഷനിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. നമുക്കിവിടെ ഫുള്ളും തന്നെ കണ്ടാവും ബോർഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ലാമിനേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ സിങ്ക് വരുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ കിച്ചൺ വരുന്നത്. ഇനി ഈ വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, നമുക്ക് ബാക്കി 3 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് വരുന്നത് 12x15 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. കണ്ടോ, ഇത്രയും സ്പേസ് നമുക്കുണ്ട്. പിന്നെ സൈഡിൽ ഒരു വാൾ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗ് ആണ് സീലിംഗിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ കണ്ടോ ചെമ്മൻ്റെ അകത്ത് ഇരിക്കുന്ന ടൈപ്പ് രീതിക്കാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ മേക്കപ്പ് ഐറ്റമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ളതും നമുക്ക് ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിവിടെ വരുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ, ചുമരിനകത്തോട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കണ്ടോ ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ് ഇത്. സൈഡിലെ ഈ ഇവിടെ വരുന്ന ടൈലുണ്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ
ഫിറ്റിങ്സും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഇവിടെ തറയിൽ ഗ്രാനൈറ്റാണ് തറയിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, കയറി പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് സെൻസറൊക്കെ ഉള്ളതാണ് കണ്ടോ. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഫുള്ളും തന്നെ വുഡിൽ തന്നെ തീർത്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമുക്ക് കണ്ടോ അവിടെ നിന്ന് ലൈറ്റിങ് നല്ല അകത്തോട്ട് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചുമരിലും നമുക്കൊരു പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കയറി വരുന്ന കാഴ്ചകൾ വരുന്നത്. നമുക്ക് വീടിൻ്റെ മുകളിലത്തെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ കയറി മുകളിൽ വരും, നമുക്കവിടെ ഒരു ലിവിങ് ഏരിയയും ബാക്കി 3 ബെഡ്റൂമും നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ എന്താ ഒരു വലിയൊരു ലിവിങ് ഏരിയയിലാണ് നമ്മൾ കയറി ആദ്യം വരുന്നത്. കണ്ടോ, ഈ ഒരു ലിവിങ് ഏരിയയിലാണ് നമ്മൾ ആദ്യം കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 18x20 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ TV യൂണിറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പോട്ട് ഇതാ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഫാൻസി ലൈറ്റ് ഇതാ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കയറി വരുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മുകളിലോട്ട് കയറി വന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടുത്തെ 3 ബെഡ്റൂം കാണാം. നമുക്ക് ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ബാക്കി 2 ബെഡ്റൂമും ആ 2 ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം 15x12 ഡയമെൻഷൻ തന്നെ വരുന്നത്. മുകളിൽ നമുക്കൊരു കിഡിലം ഒരു തീം കൊടുത്തിട്ടുണ്ട്. ഒരു ലവിൻ്റെ തീമിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പർപ്പിൾ കളർ വരുന്ന നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ചുമരിലും ചെറിയൊരു ഡിസൈന് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടുത്തെ വാർഡ്രോബ് ഉണ്ടോ, ഇതാണ് വരുന്നത്. ഫുള്ളും ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രത്യേക പാറ്റേണിലാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡോറൊക്കെ വരുന്നത്. പിന്നെ നമുക്കിവിടെയും നമുക്ക് കണ്ടോ ഒരുങ്ങാനൊക്കെ ഉള്ള സ്പേസ് ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഒരുങ്ങുമ്പോൾ നല്ല വെട്ടമൊക്കെ കിട്ടും നമ്മുടെ ഫേസിൽ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട അതേ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. ബാക്കിയെല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെ നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡിലായിട്ട് നമുക്കിവിടെ വാൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാർഡ്രോബ് ഉണ്ടോ, ഇതാണ് വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട്. വരുന്നുണ്ട്. സെയിം ബോർഡ് വർക്ക് തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കുമ്പോൾ ഗ്രിപ്പിംഗ് ടൈല് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഇത് തന്നെയാണ് നമുക്കിവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 9x18 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ചെറിയൊരു സ്പേസും കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. സിങ്ക് എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 12x4 ഡയമെൻഷനിലുള്ളതാണ് നമുക്കിവിടെ ഒരു ബാൽക്കണി വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സൈഡിൽ കണ്ടോ ഗ്ലാസും സ്റ്റീലും കൂടെയാണ് നമുക്ക് ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 88 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോണൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെയോ അല്ലെങ്കിൽ അതിന് മുകളിലോ 1 കോടിക്ക് പുറത്തുള്ളതായാലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള വീട് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആർക്കെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെയുള്ള വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ ഒരു ലക്ഷറി വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും ബൈ.